കൊടുക്കല്ലേ, ബാക്ക് കൊടുക്കല്ലേ. ഇത് റെക്കോർഡ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തത് ചിലങ്ക ചെയ്തു, അതിൻ്റെ കളറിങ് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബോഡിയുടെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് ബോഡിയുടെ 3rd കോട്ട് കളറിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിന് നമ്മൾ ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് 1.5 ഡ്രോപ്പ് യെല്ലോ ഓക്കറിൻ്റെ, 1/2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ് മിക്സ് ചെയ്യുന്നത്. അതിനകത്ത് 12 or 13 ഡ്രോപ്സ് വരെ വാട്ടർ മിക്സ് ചെയ്യാൻ കേട്ടോ. സെയിം കളർ തന്നെയാണ് എടുക്കുന്നത്. നമ്മളിതൊരു സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡോട്ടുകൾ കുറച്ചുകൂടെ നമുക്ക് ബോഡിയിൽ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് വരത്തക്ക വിധത്തിലായിട്ട് ചെറിയ. അപ്പോൾ അങ്ങനെ 3ാമത്തെ കോട്ടാണ്. ഇപ്പം ഞാൻ കാലിൽ ചെയ്തിട്ടില്ല, ബാക്കി ഭാഗങ്ങളിൽ 3ാമത്തെ കോട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കളർ ഓർമ്മയുണ്ടല്ലോ, 1.5 ഡ്രോപ്പ് യെല്ലോ ഓക്കറും 1/2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡുമാണ്. അതിൽ 12 അല്ലെങ്കിൽ 13 ഡ്രോപ്പ് വരെ വാട്ടർ ചേർക്കാം കേട്ടോ. നമുക്ക് വെള്ളം നല്ലപോലെ ഡൈലൂട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ നമുക്ക് വലിയ ഡോട്ട് കൊടുക്കാനും പാടാണ്, ഷെയ്ഡ് മാത്രമാണ് കൊടുക്കുന്നത്. നമുക്കിതിങ്ങനെ ഭയങ്കര കുത്തുപോലെ തോന്നാതിരിക്കുക, അങ്ങനെ നമുക്ക് കളർ തോന്നുകയാണെങ്കിൽ ഉടനെ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് സ്മജ്ജായി വരും. നമ്മൾ എവിടെയെങ്കിലും ഇടുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ഡോട്ട് പോലെ ഡാർക്കായിട്ട് ഫീൽ ആവുകയാണെങ്കിൽ ജസ്റ്റ് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഭാഗത്ത് തന്നെ വീണ്ടും കുത്തുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ നമുക്ക് സ്മജ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഡോട്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറവാണ്, എല്ലാവരും നേരത്തെ ചെയ്യുന്നവരാണ്. ബോബി മാമിനൊക്കെ ഡോട്ട് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ആ ഒരു നമ്മുടെ ലാസ്റ്റ് സപ്പറിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാം ആ പിക്ചർ ഫ്രെയിം ചെയ്തോ? ലാസ്റ്റ് സപ്പർ ഫ്രെയിം ചെയ്തായിരുന്നോ? ഫ്രെയിം ചെയ്തിട്ടില്ല. ഇതും കൂടി തീർത്തിട്ട് രണ്ടും കൂടി കൊണ്ടേ കൊടുത്ത് ചെയ്യിക്കാന്ന്. എനിക്ക് എന്നിട്ടൊന്ന് ഫോട്ടോ ഇട്ട് തരണേ. ഇടാം. എനിക്കിതെല്ലാം ഇങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു റൂമിനകത്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇഷ്ടം പോലെ പെയിൻറ്റിങ്സ് ആയി. അപ്പോൾ ഇതൊന്നും സൂക്ഷിക്കാൻ സ്ഥലം അല്ലാണ്ട് ഫ്രെയിം ചെയ്താൽ എവിടെ കൊണ്ടുപോയി ചീത്തയായി പോകുന്നുണ്ട്. റോൾ ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതേ പ്രശ്നം തന്നെയാണ് എനിക്കും. റോൾ ചെയ്ത് തന്നെ ഞാനും വെച്ചാക്കണം, എവിടെ കൊണ്ട് ഫ്രെയിം ചെയ്തൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നല്ല റീസെൻ്റ്ലി എക്സിബിറ്റ് ചെയ്യുകയും കുറേയൊക്കെ സെയിൽ ചെയ്ത് പോവുകയും ചെയ്തെങ്കിൽ നമുക്ക് പുതിയത് ചെയ്യാനുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെയ്യാൻ തുടങ്ങാം അങ്ങനത്തെ പണി. ഞാൻ എക്സിബിഷൻസ് ചെയ്യുന്നുണ്ട് മാം. നമുക്ക് ഉടനെ നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഈ കൊച്ചിയിൽ ശരിക്കും സെയിൽ നടക്കുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ 1-2 എക്സിബിഷൻസിൽ സെയിൽ നടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടല്ലെങ്കിൽ ചെറിയ രീതിയിൽ. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഹോള് കിട്ടാനായിട്ട് 1 വർഷം 2 വർഷം മുമ്പേ ബുക്കിങ്ങാണ്. നമ്മുടെ ഫുള്ളി അവിടെ വയ്ക്കുന്ന പെയിൻറ്റിങ് സെയിൽ ചെയ്ത് പോകാറുണ്ട്. ഏകദേശം ഒരു 50% അബോവ് പെയിൻറ്റിങ്സും സെയിൽ ചെയ്ത് പോകും. നമ്മൾ ചോദിക്കുന്നതെല്ലാം വിദേശ ഫോറിനേഴ്സാണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മ്യൂറൽസ് ഇങ്ങനെയുള്ള പിക്ചേഴ്സുകൾ, അതായത് ഹിന്ദു കൺസെപ്റ്റ് പിക്ചേഴ്സിനെ കാണും കൂടുതൽ നോർമൽ ക്രിയേറ്റീവായിട്ടുള്ള ട്രഡീഷണൽ ആർട്ടാണ് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ളത് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ പോകാൻ ഭയങ്കര സാധ്യതയാണ്.
ഹോളിൻ്റെ ഞാൻ നേരത്തെ ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് ഒക്ടോബർ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ വേറെ ഇതൊരു വലിയ പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു മാസത്തേക്ക് ആ ഡേറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് എന്നിങ്ങനെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു. എന്നാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ അപ്പോഴേ ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. ഞാനിപ്പോഴാണ് കഴിഞ്ഞ വർഷമേ ബുക്ക് ചെയ്തതാണ്. പിന്നെ രണ്ടാമത് നമുക്ക് മൈസൂർ, ബാംഗ്ലൂർ ഇവിടങ്ങളിലും നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കേരള കൾച്ചർ എന്ന നിലയിൽ ചുവർച്ചിത്രങ്ങൾ നന്നായിട്ടും സെയിൽ നടക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ദൈവങ്ങളുടെ പിക്ചർ വയ്ക്കാനായിട്ട് താല്പര്യം കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു പെയിൻറ്റിങ്, കേരളത്തിലെ കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ കഥകളി അങ്ങനെ അല്ലെങ്കിൽ മോഹിനിയാട്ടം അതൊക്കെ നമുക്ക് പോകാൻ എളുപ്പമാണ്. മറ്റ് പിക്ചറുകൾ സെയിൽ ചെയ്ത് പോകാൻ പാടാണ്. ഇപ്പം അതിങ്ങനെ ഓർഡർ ബേസിൽ പോകാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഫേസിൽ ചെയ്യാൻ കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഡോട്ട് നല്ല കൃത്യമായിട്ട് വിസിബിൾ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫേസ് കാണാവോ? ഓക്കെ. ഫേസിൽ നമ്മളിതേ ഈ കണ്ണിൻ്റെ ഐബ്രോസിൻ്റെ എൻഡിൽ നിന്ന് നമ്മളിത് വീണ്ടും കൃത്യമായിട്ട് ഈ നോസ് വരെ ഒരു വര കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇവിടെ നിന്നും നമ്മളിത് ഈ വര ക്ലിയർ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എൻഡ് വരെ. എന്നിട്ട് അവിടെ നിന്നാണ് ഡോട്ട് കൊടുക്കുന്നത്. മൂക്കിൻ്റെ ഔട്ടറായിട്ട് കൊടുക്കുന്നുണ്ട്. കവിതയുടെ പെയിന്റിംഗിൽ ഫേസ് ഒത്തിരി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിൽ ആ ഒരു കളർ ഭയങ്കര രസമുണ്ട് കേട്ടോ. കളറിങ് ഞാനിങ്ങനെ സമയമെടുത്ത് ഭംഗിപ്പെടുത്തണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് നൈറ്റാണ് എനിക്കിഷ്ടം. പക്ഷേ നൈറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് 1-2 വർക്കുകളുടെ ഓർഡറുകൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഉള്ളതുകൊണ്ട് അത് തീർത്ത് കൊടുക്കാനുള്ള ടെൻഷനാണ്. ഒരു പോർട്രേറ്റും കൂടെ പെയിൻറ്റിങ് കിടക്കുന്നു. പോർട്രേറ്റ് അല്ല, 2 ലാസ്റ്റ് സപ്പറും തീർന്നില്ല മാം. തീരാത്തത് എനിക്ക് കുറച്ച് വർക്കുകളുടെ ഓർഡറുണ്ട്. ഒരെണ്ണം ചെയ്ത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും അടുത്തൊരു ഓർഡർ കിട്ടുന്നത്. എപ്പോഴും കിട്ടത്തില്ല. കുറച്ച് വർക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമുകളിലേ നമുക്ക് വർക്ക് ഓർഡർ കിട്ടുള്ളൂ. അപ്പം പിന്നെ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് തീരുന്നവരെ അതിൻ്റെ പിന്നിലായിരിക്കും മൈൻഡ് ഫുള്ള്. കുറച്ച് റിലാക്സിങ് മൈൻഡ് ഉണ്ടെങ്കിലേ നമുക്കിതിരുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. ഇനി ഒരു പെയിൻറ്റിങ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോൾ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളിൽ ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനോട് അനുബന്ധിച്ച് ഒരു ഡാൻസ് സ്റ്റുഡിയോ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമരുകൾ പ്ലെയിൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്രയും പെയിൻറ്റിങ്സ് ഡിസ്പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ തീരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. വലിയൊരു സ്പേസാണ്, 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന സ്പേസ്. അപ്പോൾ അതിൻ്റെ 4 സൈഡിലത്തെയും ചുമരുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ ഔട്ടറെല്ലാം ബ്രഷിൽ കളർ കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് കളർ മുക്കിയെടുക്കരുത്. ഈ നാച്ചുറൽ ഹെയർ ബ്രഷസിൻ്റെ പ്രത്യേകത അതാണ്. കളർ നമ്മൾ എത്ര ചെയ്താലും കുറേ ബ്രഷിൽ ഹോൾഡായിട്ട് നിൽക്കും. ഈ ഫേസ് മാത്രം ഒന്ന് ക്ലോസ് അപ്പ് എടുത്തിട്ട് ഒരു ഫോട്ടോ ഇടണേ. ഫേസ് മാത്രമായിട്ട്. നീതി മാം, ജീന ചേച്ചി, ഞാൻ ഒരുപാട് പേരൊന്നും കയറിയിട്ടില്ല.
ഒരു ഡോക്ടറുണ്ട്, ആതിര മാം. മാമും കയറിയിട്ടില്ല. ഇതിലാദ്യം നമ്മൾ ഇതിനകത്തൊരു ഡോക്ടറുണ്ട്, ആതിര എന്ന് പറയും. മാമാണ് ഫസ്റ്റ് കൃത്യമായിട്ട് ചെയ്തു പോയത്. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇട്ടിട്ട് എനിക്ക് മെസ്സേജ് ഇടും. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീട് നമ്മൾ ബ്രേക്ക് ആയപ്പം എല്ലാവരുടെയും ആ ഒരു സ്പീഡ് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഫ്ലോ പോയി അങ്ങനെ. അത് ശരിയാണ്. നമ്മൾ കണ്ടിന്യൂസ് ചെയ്താലേ പെട്ടെന്ന് നമുക്കത് ചെയ്ത് തീർക്കാം. ചെയ്യാനുള്ളത് അപ്പോഴും നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണാനുള്ള ഒരു ആകാംക്ഷ ചെയ്യുവേ. പിന്നീട് ഒരു ബ്രേക്ക് എൻ്റെ മിസ്റ്റേക്ക് കാണണം. ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇടണം കേട്ടോ. നാളെ ഞാൻ വെളുപ്പിനിരുന്നാ ചെയ്യുള്ളൂ, അല്ലാണ്ട് എനിക്ക് സമയം കിട്ടണില്ല. അതാണ് പ്രശ്നം. പറയാം. മോൾക്ക് എക്സാം നടക്കുകയാണ്, അവനോട് പറയാം. കണ്ടോ, ഇതിനകത്ത് ഞാൻ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഡോട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് ആണെങ്കിൽ ഇത്രത്തോളം കവർ ചെയ്യണ്ട. ഇതൊരു സ്കിൻ ടോൺ ആയതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ആ ഡോട്ടുകൾ അല്ലെങ്കിൽ ആ കളറ് കുറച്ച്. ഞാനിതിൽ ബ്രഷിൽ പിന്നെ കളർ മുക്കിയില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ കളർ മുക്കുകയാണെങ്കിൽ തന്നെ കളറിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കും, എന്നിട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ. അല്ലാതെ വീണ്ടും ഡാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ഡാർക്കായി പോകും കേട്ടോ. നമുക്ക് ഈ നാച്ചുറൽ ഹെയറിൻ്റെ ബ്രഷസ് ലോങ് ഹെയറൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഈ ഡോട്ട് ഇടാൻ പറ്റും. കുറച്ച് കളർ ഒരു പ്രാവശ്യം മുക്കി കഴിഞ്ഞാൽ. മാം ഈ ലോങ് ഹെയറിന്റെ ബ്രഷ് വാങ്ങിക്കുന്ന ഒരു അഡ്രസ് പണ്ട് മാം എനിക്ക് തന്നായിരുന്നു. പക്ഷെ എന്റെ ഞാൻ ഗ്രൂപ്പിലിടാം കേട്ടോ. തിരുവനന്തപുരത്ത് എവിടെയോ ട്രിവാൻഡ്രത്ത്. കാരണം ഇത് ഓൺലൈനിലൊന്നും ഇല്ല. പിന്നെ പുള്ളിക്ക് നമ്മൾ ഏകദേശം ഒരു 4-5 ഒരു 10-200 രൂപയുടെ സാധനമെങ്കിലും ചെയ്താലേ അവർക്ക് കൊറിയർ ചെയ്യാനായിട്ട്. അതൊക്കെ ഒരു മിനിറ്റ്. മിനു, അയ്യോ ആരോ ജോയിൻ ചെയ്ത്. ഓക്കെ, കാണാവോ? ഇല്ല, ഇതിലൊക്കെ വന്നു. ഇപ്പം ആരോ ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയോ? ആരാണെന്ന് ഞാൻ കണ്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പം കാണാവോ? ഇപ്പം കാണാമോ? ഓക്കെ. ഇപ്പം ആരോ ജോയിൻ ചെയ്തിരുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ജോയിൻ ആണ് കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പം ഇത് വൈറ്റ് ഫിഗറിൻ്റെ തേർഡ് പോയി. പോയി. അത് ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ. ആരാ ജോയിൻ ചെയ്തത്? ഡോളി മാം. ഡോളി മാം. ഡോളി മാം, നമ്മൾ കറണ്ടൊക്കെ ഇല്ലായിരുന്നു, കുറച്ച് സ്റ്റാർട്ട് ചെയ്തതല്ലോ കേട്ടോ. ചിലങ്ക ചെയ്തിട്ട് ഇപ്പോൾ ബോഡിയുടെ തേർഡ് കോട്ട് ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 1.5 ഡ്രോപ്പ് യെല്ലോ ഓക്കറും 1/2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡുമാണ് യൂസ് ചെയ്ത്. അതിലൊരു 10-12 ഡ്രോപ്പ് വാട്ടർ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം കളർ കോമ്പിനേഷൻ തന്നെ. അത് കുറച്ചുകൂടെ ഔട്ടർ കൊടുത്ത് ഡോട്ടൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ.
പിടിച്ച് നോക്കട്ടെ. എന്ത് മോനെ. ഓക്കെ, ഒരുവിധം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കാലിൽ അങ്ങോട്ടൊക്കെ ഉള്ളു കേട്ടോ. ബാക്കി ഈ ഭാഗത്ത് ഒരുവിധം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഫേസിൻ്റെ ഫേസാണ് ചെയ്യുന്നത് കേട്ടോ. ചുണ്ട് ചെയ്തിട്ടില്ല. ചുണ്ടും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പോകും കേട്ടോ. നമ്മൾ ചുണ്ടിനകത്ത് ഇപ്പം ചെയ്തിരിക്കുന്നത് ഒരു ഡ്രോപ്പ് സ്കാർലറ്റ് റെഡും ഒരു ഡ്രോപ്പ് ക്രിംസൺ റെഡും കൂടെ മിക്സ് ചെയ്ത കളർ നല്ലപോലെ വാട്ടർ ചെയ്തിട്ട് ലൈറ്റായിട്ടൊരു പിങ്ക് ആക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്നത് സ്കാർലറ്റ് റെഡ് ക്രിംസൺ റെഡ് സെയിം കളർ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മ്യൂറൽ റെഡ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്കാർലറ്റ് റെഡും കുറച്ചൊരു റെഡിഷ്, നല്ലൊരു രസമുള്ള റെഡിഷ് ആയിട്ട് വരും. അപ്പോൾ എപ്പോഴും നമുക്ക് സ്കാർലറ്റ് റെഡും ക്രിംസൺ റെഡും ആയിരിക്കും സെയിം അളവിലെടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ടും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കോട്ടും സെയിം കളർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നല്ലത്. അല്ല നമ്മളിപ്പോൾ നോർമൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ അത്രയും അട്രാക്റ്റീവ് അല്ലാത്ത ഫിഗേഴ്സിനാണെങ്കിൽ നമുക്ക് മ്യൂറൽ റെഡ് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരേ അളവിൽ സ്കാർലറ്റും ക്രിംസണും കൂടെ മിക്സ് ചെയ്യാൻ കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് റെഡ് അല്ലെങ്കിൽ ഒരു റെഡ് എന്ന് പറയുന്നൊരു കളർ നമ്മൾ ശരിക്കും കോറൽ റെഡ് എന്ന് പറയുന്ന റെഡാണ്. കോറൽ റെഡിനകത്തും ഒരു അത്ര സുഖമല്ലാത്ത കളറുണ്ട്. ആ റെഡാണ് ശരിക്കും നമ്മുടെ പ്യുവർ റെഡ് എന്ന് പറയുന്നത്. ക്രിംസൺ എന്ന് പറയുന്ന റെഡിനകത്ത് നല്ലപോലെ ഒരു പിങ്ക് ഷെയ്ഡുണ്ട്. സ്കാർലറ്റ് എന്ന് പറയുന്നതിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴേ കറക്റ്റ് നമുക്ക് ഈ കോറൽ റെഡ് ഓർ കറക്റ്റ് കമ്മ്യൂണിസ്റ്റ് റെഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ നല്ല ചുമപ്പ് എന്ന് പറയുന്ന കളർ ആവുന്നത് കേട്ടോ. അത് നോർമൽ കോമ്പിനേഷൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ കളറ് നമ്മളിത് മുകളിലത്തെ റെഡ് എപ്പോഴും നമുക്ക് നല്ല മുകളിലത്തെ ചുണ്ട് നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് യൂസ് ചെയ്യാം. അധികം ഷെയ്ഡ് വേണമെന്നില്ല കേട്ടോ. മുകളിലത്തെ ചുണ്ട് നല്ലതായിട്ട് ഞാൻ ഡാർക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ കളർ കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തതൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. താഴത്തെ ചുണ്ടിൽ നമ്മൾ ഔട്ടർ മാത്രമാണ് വരയ്ക്കുന്നത് കേട്ടോ. ഔട്ടർ മാത്രമാണ് ഇപ്പോൾ വരച്ചത്. വരച്ചതിന് ശേഷം ബ്രഷ് നല്ലപോലെ വെള്ളത്തിൽ മുക്കി നന്നായിട്ട് തുടച്ചെടുക്കുന്നു കേട്ടോ. ബ്രഷ് വെള്ളത്തിൽ മുക്കി ഫുള്ള് അത് കഴുകി കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് തുടച്ചെടുക്കുന്നു. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മജ് ചെയ്ത് ഫുള്ളായിട്ട് ഡാർക്കാവും. അതിന് ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുന്നു. മുകളിലത്തെ ചുണ്ടിൽ നമ്മൾ ചെയ്തതിൽ ഒന്ന് ഇപ്പോൾ ഒരു ഹൈലൈറ്റ് നടുക്ക് നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. ചുണ്ട് നടുക്കത്തെ ഭാഗവും വേണമെങ്കിൽ നമുക്കത് ഒരിക്കൽ കൂടെ ഒന്ന് നടുക്ക് ബ്ലാക്ക് വരയ്ക്കുന്നതുകൊണ്ടാണ്, പിന്നെ നമ്മൾ വരച്ചിട്ടൊന്നും കുഴപ്പമില്ല. ചുണ്ടിന് ഒരുപാട് നീളം ഞാൻ കൊടുത്തില്ല, ചെറിയൊരു ചുണ്ടാക്കി എടുത്തത് കേട്ടോ. ഇതിലാണ് ചുണ്ട് ചെയ്യാൻ കേട്ടോ. രണ്ട് ഫിഗറിൻ്റെയും ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ആദ്യം ചുണ്ട് ചെയ്യാം കേട്ടോ. ചുണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏതൊരു ചുവർ ചിത്രം ചെയ്താലും മുകളിലത്തെ നമുക്ക് ഒരു ഔട്ടർ കൊടുത്ത് ഫുള്ളായിട്ട് വെള്ളം കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് അത് ഫുള്ളായിട്ട് ഡാർക്ക് ചെയ്തെടുക്കാം. പക്ഷെ താഴെ നടുക്കായിട്ട് ഒരു ഹൈലൈറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുന്നൊരു പിങ്കിഷ് കളറാണ്. അതൊരു ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയാണ്. താഴത്തെ ചുണ്ടിൽ അപ്പൊ ആ പിങ്കിഷ് കളർ തന്നെയാണ്, അതോ കുറച്ച് പോർഷൻ മാത്രം പിങ്കിഷ് കളറാണ്? ചെറിയൊരു പോർഷൻ മാത്രമേ പിങ്കിഷ് വരത്തുള്ളൂ. നിങ്ങൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഫോട്ടോ അത്ര ക്ലിയർ അല്ല ഇപ്പോഴോ? അല്ല അല്ല, ഇതാണ് ഇട്ടിരുന്നത്. ഇപ്പം ഇതിൽ നോക്കിക്കോളൂ. ഇത് നോക്കാൻ മനസ്സിലാവും കേട്ടോ. ഇത് കാണാവോ ഇപ്പം? കാണാം. ഇത് നമ്മൾ മുകളിലത്തെ ചുണ്ട് കണ്ടോ. മുകളിലത്തെ ചുണ്ടിൽ ഒരു ഹൈലൈറ്റ് ഉണ്ട്, ഫുള്ളായിട്ട് ഫില്ലായിട്ടില്ല. അത് നമുക്ക് ചുണ്ട് മാത്രമായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇടണേ. ഫേസ് മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ട് അപ്പൊ ചുണ്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് കാരണം എന്താന്ന് വെച്ചാ ഇത് വീഡിയോ അത്ര ക്ലാരിറ്റിയിലല്ല കാണുന്നത്. പിന്നെ ക്യാമറയും ചിലപ്പോ എന്തുകൊണ്ട് മഴയാണ്, നല്ല മഴയായതുകൊണ്ടേ ഇതിലേക്ക് കറണ്ട് പോലും ഇല്ലായിരുന്നു, പോയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നെറ്റിനും പ്രശ്നം ഉണ്ടാവും. ഇത് മുകളിലത്തെ ചുണ്ടാക്കിയിട്ടുണ്ട്. ഇനി താഴത്തെ ചുണ്ടിൽ നമ്മൾ ഇതേണ്ട ഒരു ഔട്ടർ ഇങ്ങനെ വരച്ചു നടുക്കുന്നു കണ്ടോ.
അപ്പോൾ ഒരു ഹൈലൈറ്റും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ബ്രഷ് നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകി കേട്ടോ, വെള്ളം കൊണ്ട് കഴുകി ഞാൻ നന്നായിട്ട് തുടച്ചെടുത്ത് കണ്ടോ. എടുത്തതിന് ശേഷം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ താഴത്തെ ചുണ്ടിങ്ങനെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ വരുന്ന ഒരു ഹൈലൈറ്റാണ്, പഴയ പിങ്ക് അല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് നമുക്കവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാം കേട്ടോ. മുകളിലത്തെ ചെറിയ ചുണ്ടായതുകൊണ്ട് നമുക്കത് ഡാർക്ക് ഇതായിട്ട് കൊടുത്താലും പ്രശ്നമില്ല. നമുക്കതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ തന്നെയാണ് കേട്ടോ. ഞാൻ മറ്റേ ഇതിനകത്ത് മ്യൂറൽ റെഡ് ചെയ്യാത്തതാണ്. ഇനി ഇതിൻ്റെ ഷെയ്ഡിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചെയ്തത് ഒരു ഡ്രോപ്പ് ക്രോമല്ലയും 1.5 ഡ്രോപ്പ് ക്രോമല്ലയും 1/2 ഡ്രോപ്പ് ഓറഞ്ചും ആണോ അതോ സ്കാർലറ്റ് ആണോ? ഒന്ന് കളർ നോക്കി പറയൂ. കാഡ്മിയം യെല്ലോയും ഗോൾഡൻ യെല്ലോയുടെ കളറാണ് പറഞ്ഞത്. പിന്നെ ഞാൻ സെക്കൻഡ് കോട്ടിൽ കുറച്ചുകൂടെ സ്കാർലറ്റിൻ്റെ അളവ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് കൂട്ടാൻ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഇതിനകത്ത് സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്തതുപോലെ സ്കാർലറ്റിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടുകയാണ്. നമുക്ക് ഒരു ഗോൾഡൻ യെല്ലോ ആയിട്ട് അല്ലെങ്കിൽ യെല്ലോയ്ക്ക് ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഷെയ്ഡ്സിൽ സ്കാർലറ്റ് ഒരു 1/2 ഡ്രോപ്പൊക്കെ, അതായത് 2 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോ എടുക്കുമ്പം ഒരു 1/2 ഡ്രോപ്പ് ഓറഞ്ചൊക്കെ കൊടുത്താൽ മതി. അതേസമയം കുറച്ചുകൂടെ നമുക്കൊരു ഗോൾഡ് വർണ്ണം, സ്വർണ്ണവർണ്ണം എന്ന് പറയും. സ്വർണ്ണവർണ്ണം നമുക്ക് കൂടുതലായിട്ട് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് കൂട്ടണം. അപ്പോൾ സ്കാർലറ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു 3 ഡ്രോപ്പ് യെല്ലോയൊക്കെ എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് ഫുള്ളായിട്ട് സ്കാർലറ്റ് റെഡ് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഓറഞ്ച് കളർ വരും, ബണ്ട് ഓറഞ്ച് പോലത്തെ ഒരു ചെറിയ ഓറഞ്ച് കളർ, അത് വെച്ച് ഷെയ്ഡ്സ് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് യെല്ലോ കൂടുതൽ വേണമെങ്കിൽ റെഡിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക. അതേസമയം യെല്ലോ കുറച്ചുകൂടെ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ വരണമെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുക കേട്ടോ. ഞാൻ ഓറഞ്ച് അല്ല, ഇപ്പോൾ സ്കാർലറ്റാണ് മിക്സ് ചെയ്തത്. 1 ഡ്രോപ്പ് സ്കാർലറ്റും ഒരു 2-3 ഡ്രോപ്പ് കാഡ്മിയം ആണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് മാത്രം വെള്ളം കേട്ടോ. ഒരുപാട് വെള്ളം വേണമെന്നില്ല. നമ്മളിതിപ്പോൾ ലയിപ്പിച്ചാണ് പോകുന്നത്. നമ്മളിവിടെ ഒരു 2 കോട്ട് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസിലും ജസ്റ്റ് ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. സെക്കൻഡ് കോട്ട് കളർ നന്നായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കളർ എബി ഹലോ ഫോൺ ശരിയല്ല. ഇതിനകത്ത് ഞാൻ അതേ കളർ കേട്ടോ. ഫേസാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ നോസ് തന്നെ ഫസ്റ്റ് ചെയ്യാം. ഐബ്രോസിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഭാഗത്തോട്ട് കേട്ടോ, നമ്മൾ മറ്റേതിൽ ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതുകൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. കളർ കൂടുതൽ ബ്രഷിലുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇവിടെ കളർ ഷെയ്ഡ് ഉടനെ കൊടുക്കാത്തത് ഈ ബ്രഷിൽ ഒരുപാട് കളർ ഇരിക്കുകയാണ്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്താൽ അവിടെ ഡാർക്കായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ആദ്യം വയ്ക്കുന്ന ഷെയ്ഡ് ഒരുപാട് നമ്മുടെ ബ്രഷിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ഔട്ടറിലോട്ട് ആ ബ്രഷ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ചെയ്യുമ്പോഴുള്ള ടിപ്സുകളാണ്. ചെയ്ത് ഉടനെ സ്മജ് ചെയ്യുന്നതാണ് നല്ലപോലെ സ്മജ് ആവാൻ നല്ലത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളറ് ബ്രഷിനകത്ത് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കളറിനെ ഒന്ന് ഔട്ടറിൽ കൊടുത്ത് കളർ കുറച്ചതിന് ശേഷം മാത്രം ഡാർക്ക് ടോണിലോട്ട് പോവുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാർക്കായി പോവും. ഇതെല്ലാം ആദ്യം മൂക്കിൻ്റെ 2 സൈഡിലാണ് ഞാൻ കുത്തു കൊടുത്തത്. ഇനി കണ്ണിൻ്റെ താഴെയായിട്ട് ആ കളറിൽ നിന്ന് തന്നെയാണ്. ഈ ലോങ് ഹെയർ ബ്രഷിൻ്റെ പ്രത്യേകം ഒരുപാട് കളർ കയറും. ഇപ്പം അറിഞ്ഞുകൂടാത്തൊരു യൂസ് ചെയ്താൽ ഭയങ്കര ഡാർക്കായി പോവുകയും ചെയ്യും. പക്ഷെ ഡോട്ട് ചെയ്യാൻ നല്ല സുഖമാണ്.
കണ്ട ഈ ഒരു ഭാഗം നല്ലതായിട്ട് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ നെറ്റിയിൽ ചെയ്ത ഭാഗത്തിൻ്റെ താഴോട്ട് ഡോട്ട് കൊണ്ടുവരികയാണ്. ഇതിൽ നമ്മളിത് ഈ നോസിൽ നിന്ന് ഈ വരുന്നൊരു ഭാഗം അധികം ഡോട്ട് കൊടുക്കണ്ട. അത് ഹൈലൈറ്റ് എന്ന് പറയും. അവിടെയാണ് കവിള് വീർത്ത് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കവിള് നന്നായിട്ട് തോന്നുന്നത് കേട്ടോ. ചിലവർ ഷെയ്ഡ് ചെയ്ത് ഇവിടെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഇങ്ങനെ ചെറിയ ഷെയ്ഡ്സ് കയറിക്കഴിഞ്ഞാൽ ചുളിവുകൾ പോലുള്ളൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോസിൽ നിന്ന് വന്നിട്ട് ചുണ്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം അധികം ഡാർക്കിലോട്ട് പോകരുത്. വളരെ ലൈറ്റായിട്ട് ബ്രഷ് ഉപയോഗിച്ച് കളർ തീരാറാകുമ്പോൾ ഒരു ഷെയ്ഡ് മാത്രം അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ ഷെയ്ഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒഴിവാക്കി വിട്ടാലും കുഴപ്പമില്ല. ഇനി അതുപോലെ ഈ ചുണ്ടിൻ്റെ താഴെ നമുക്ക് ചെയ്യാം കേട്ടോ. ചുണ്ടിൻ്റെ അല്ല, നോസിൻ്റെ. ഒരുപാട് ചെയ്യരുത്, എൻ്റെ ഭംഗി അങ്ങ് പോവും. വളരെ ലൈറ്റായിട്ട്. കളർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഫോട്ടോയിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ വലിയ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞാനത് സൂം ചെയ്ത് ഫോട്ടോ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ലൈറ്റ് യെല്ലോ കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്തത്. സ്കാർലറ്റ് റെഡ് നല്ലപോലെ കൂടുതൽ ചേർത്താൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വരാം. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ കയ്യിലൊക്കെ ഒന്ന് ചെയ്തിടാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെയ്തിട്ട് നാളെ എനിക്ക് മ്യൂറൽ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. തേഴ്സ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ എടുക്കാം. വെനസ്ഡേ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ബ്ലാക്ക് എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് ക്ലിയറാക്കി കാണിച്ചു തരുന്നു. കാണിച്ചു തന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ ഒരുവിധം ഫില്ലാക്കിയിട്ടുണ്ട്. ഞാൻ മാക്സിമം റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാലും ഞാൻ മാക്സിമം ഫിഗറെങ്കിലും ക്ലിയറാക്കി എടുക്കും കേട്ടോ. ഫിഗറെങ്കിലും ബ്ലാക്ക് എഴുതാൻ വേണ്ടി ക്ലിയറാക്കി എടുക്കും. അപ്പം ബ്ലാക്ക് തുടങ്ങുന്നത് നമുക്ക് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ബ്ലാക്ക് എഴുതി കഴിഞ്ഞിട്ട് ഫാനിലൊരു ക്ലാസ് കൂടെ വയ്ക്കാം. ഇന്നിപ്പം ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. സാബ് ഗ്രീൻ തന്നെയാണ് എടുക്കുന്നത്. സാബ് ഗ്രീൻ ഞാനിവിടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് കോട്ടൊന്ന് ലയിപ്പിച്ചിട്ട് ഒരു ഡോട്ട് ഇട്ടതേ ഉള്ളൂ. സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ലയിപ്പിച്ചാണ് കാണിക്കുന്നത്. ഡോട്ടെല്ലാം ലയിപ്പിച്ച് കാണിക്കുന്നു. ഡോട്ട് ഇടുന്നവർക്ക് ഡോട്ട് ഇടാം കേട്ടോ. എന്നെക്കൊണ്ട് ഡോട്ട് നടക്കത്തില്ല, അതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും പാർട്ടുകൾ ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേണം. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം കാണിക്കാം. വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ ചെയ്തപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം.
ഈ ഭാഗം കാണാമല്ലോ. നമ്മളിവിടെ ചെയ്തത് ജസ്റ്റ് ഇതിപ്പോൾ സാബ് ഗ്രീനാണ്. ഔട്ടറിൽ നമ്മൾ ചെയ്യുന്നത് ഉണ്ട്. ഔട്ടറിൽ നമ്മൾ ഓരോ പാർട്ടിൻ്റെ ഔട്ടറിൽ ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് കേട്ടോ. സാബ് ഗ്രീൻ്റെ ഫസ്റ്റ് കോട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കുറച്ച് ഡാർക്ക്, ഒത്തിരി ഡാർക്കല്ല, ഒരു നോർമൽ വാട്ടർ ചേർത്തുള്ള ഡാർക്ക് തന്നെയാണ് ചെയ്യണം കേട്ടോ. ഇനി ബ്രഷ് വെള്ളത്തിൽ മുക്കി ഇതിനെ അങ്ങ് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലയിപ്പിച്ച് ഡോട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഡോട്ട് ഇടുന്നില്ല, ഒന്ന് ലയിപ്പിച്ച് പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് കോട്ടിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അകത്തൊരു ചെറിയ യെല്ലോ കാണാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ചെറിയ രീതിയിലൊന്ന് സ്മജ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് കോട്ട് വരുമ്പോഴാണ് ഈ യെല്ലോ ഫുള്ളായിട്ട് ഗ്രീനായിട്ട് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ടിൽ നമുക്ക് ചെയ്യുമ്പോൾ ഈ ഔട്ടർ ഭാഗങ്ങൾ മാത്രമേ കുറച്ച് ഷെയ്ഡായിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാൻ പറഞ്ഞു തന്ന മറ്റ് ഭാഗങ്ങൾ? അങ്ങനെയല്ലേ? ഈ ഒരു മെത്തേഡല്ലേ നമ്മളിതിനകത്ത് ചെയ്തത്? ഔട്ടറിൽ ചെയ്തിട്ട് ഡോട്ടഡെയാണ് ചെയ്തത്. ഞാനിതിപ്പോൾ ഡോട്ടല്ല, ഷെയ്ഡിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ തീരാൻ വേണ്ടിയാണ് വലിയ ബ്രഷ് വെച്ച് ചെയ്യുന്നത്. മാം, ഞാൻ ചില പെയിന്റിങ് ചെയ്യുമ്പോഴേ ഈ ലോങ് ബ്രഷിന്റെ തുമ്പ് ഇങ്ങനെ വളഞ്ഞു നിക്കണ മാതിരി ഒരു ഇത് കാണുന്നുണ്ട്. അത് അങ്ങനത്തെ ബ്രഷ് ഉണ്ടോ, അതോ ഈ ലോങ് ബ്രഷ് തന്നെ ഇങ്ങനെ വളയ്ക്കണതാണോ? അത് ലോങ് ബ്രഷിന്റെ തുമ്പ് വളയുന്നതല്ല മാം, നമ്മൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വളഞ്ഞു പോകും. അത് നല്ല ബാലൻസിങ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇല്ല, അത് നല്ല നല്ല വളവില് വളയുന്നുണ്ട്. അത് വരയ്ക്കുമ്പോൾ മാത്രമാണോ വളയുന്നത്? ഞാനത് ഒരു വീഡിയോ ഞാൻ മാമിന് ഫോർവേഡ് ചെയ്ത് കാണിക്കാം. ആ, ഓക്കെ ഓക്കെ. പല ടൈപ്പിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ബ്രഷ് അവൈലബിൾ ആണ് മാം. അത് നമ്മൾ വരയ്ക്കുമ്പോൾ നല്ല ലോങ് ഹെയർ ബ്രഷസ് നല്ല നമുക്ക്, ഇതിപ്പോൾ ലോങ് ഹെയർ അല്ല, ഇത് നോർമൽ ബ്രഷാണ്. ഞാൻ വലിയ ബ്രഷ് എടുത്തത്. നന്നായിട്ട് നമുക്ക് വളച്ച് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മുടെ ബാലൻസ്, അപ്പോൾ നമ്മൾ ചുമരുകളിൽ ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലോങ് ഹെയറിൻ്റെ ഇതല്ല, ഇയാമ്പുല്ലാണ്. ഏകദേശം ബ്രിസിൽസ് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഭയങ്കര നീളത്തിൽ, കാരണം നമ്മൾ ചുമരുകളിൽ കൈ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, കൈ കുറച്ച് ഗ്യാപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രഷിൻ്റെ എൻഡ് നല്ല നീളം കാണും. ചിലപ്പോൾ ആ ബ്രഷ് ആയിരിക്കാം. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഞാൻ നിറയെ കാണാറുണ്ട്. ഞാൻ ആ വീഡിയോ അയക്കാം. എൻ്റെ സാറൊക്കെ ഇപ്പോഴും മറ്റേ മുളത്തണ്ടിൽ വച്ച് കെട്ടി ചെയ്യുമ്പോൾ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ബാലൻസ് ചെയ്യാനായിട്ട് അവർക്കത് ശീലമായതുകൊണ്ടേ അത് തന്നെ യൂസ് ചെയ്യാനാണ് എളുപ്പം. എനിക്ക് അതുപോലെ സിന്തറ്റിക് ബ്രഷ് വെച്ച് വരയ്ക്കാൻ പറ്റത്തേ ഇല്ല. അപ്പൊ വിളിച്ചു നോക്കുക. ബ്രഷിന്റെ സ്ഥലത്തിന്റെ അഡ്രസ് ഉണ്ടെന്നേ മറക്കാണ്ട്. ആ, ഇടാം, ഗ്രൂപ്പിലിടാം. ഞാനിവിടെ ബേസ് തൊട്ട് വാട്ടർ കളർ തുടങ്ങുന്ന കുട്ടികൾക്കും സ്റ്റാർട്ടിങ് നാച്ചുറൽ ഹെയറേ പറയത്തുള്ളൂ. എനിക്ക് മറ്റ് ഹെയർ ക്ലാസ്സിലാണെങ്കിൽ പോലും വരച്ചു കൊടുക്കുക. കാരണം നമ്മളൊരു ബാലൻസ്, നമ്മൾ ഡാൻസ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കൈ എഴുതുമ്പോഴും ഒക്കെ നമുക്കതിനൊരു ബാലൻസിങ് ഉണ്ട്. അതിൻ്റെ ഒരു ഫ്രീ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ബ്രഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാച്ചുറൽ ഹെയർ യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാ ലൈൻസും സാബ് ഗ്രീനും കൊണ്ട്
ഔട്ട്ലൈൻ തിരിച്ച് വേണം. ആ വരക്കാൻ. റെഡിൻ്റെ പുറത്തുകൂടെ വരച്ചാലും മതി, അല്ലെങ്കിൽ റെഡിൻ്റെ സൈഡിൽ കൂടെ വരയ്ക്കാം കേട്ടോ. നമ്മളത് 2-3 പ്രാവശ്യം ആകുമ്പോൾ റെഡൊക്കെ ഔട്ട് മാഞ്ഞിട്ട് റെഡിൻ്റെ പുറത്തൂടെ കവർ ചെയ്ത് വരും കേട്ടോ. നമ്മൾ ആദ്യത്തെ കോട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിനകത്ത് ബേസ് ആയിട്ടുള്ള യെല്ലോ കാണത്തുള്ളൂ കേട്ടോ. സെക്കൻഡ് കോട്ടിൽ നമ്മൾ ഡോട്ട് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ നടുക്കോട്ടുള്ള ഭാഗം കുറച്ച് ലൈറ്റും വരും, ഈ ഔട്ടറിൽ നല്ല ഡാർക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടങ്ങ് പോകും. ഇവിടെ നമ്മളിപ്പം ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടൊന്നും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ തേർഡ് കോട്ട് കാണിക്കാൻ കേട്ടോ. തേർഡ് ഫൈനലാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. ഡോട്ട് ആണെങ്കിൽ നമ്മൾ ഇതിനെ തന്നെ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോകും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലയിപ്പിച്ചിട്ട്. ഇപ്പോൾ വെള്ളം അല്ല യൂസ് ചെയ്തത്, അതിൻ്റെ അടുത്ത് വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് ചെറുതായിട്ട് ഡോട്ട് ഇടുകയാണ് ചെയ്തത് കേട്ടോ. വെള്ളത്തിൽ മുക്കിയിട്ടില്ല മൂന്നാമത്തെ കോട്ട്, കാരണം നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് വരണം. സെന്ററിൽ മാത്രം കുറച്ച് യെല്ലോ വിടും. യെല്ലോ വിടൂല, ഫുള്ളായിട്ട് കവർ ചെയ്യും. പക്ഷെ കവർ ചെയ്യാം. അവിടെ വളരെ ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ ആയിരിക്കും വരുന്നത് കേട്ടോ. അറ്റത്തെല്ലാം നല്ല ഡാർക്കായിട്ടൊരു ഫീൽ വരികയും ഈ സൈഡിൽ മാത്രം നമുക്ക് ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഫീൽ വരികയും, അല്ല നടുക്ക് മാത്രം ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഫീൽ വരികയും ചെയ്യും. മറ്റിടത്തെല്ലാം ഒരു സാബ് ഗ്രീനിൻ്റെ കറക്റ്റായിട്ടുള്ള ടോൺ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഭാഗവും ഒഴിവാക്കുന്നില്ല കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ അറ്റത്തോട്ടുള്ള ഭാഗങ്ങൾ നല്ല ഡാർക്കായിട്ട് തോന്നുകയും ഇവിടെ വളരെ ലൈറ്റായിട്ട് തോന്നുകയും ചെയ്യുന്നു. യെല്ലോ നമുക്കൊട്ടും കാണണ്ട, നമുക്ക് ഗ്രീനാണ് കൂടുതലും കാണേണ്ടത്. അപ്പം നടുക്കൊരു ലൈറ്റ് ഗ്രീനും അറ്റത്തോട്ട് ഡാർക്ക് ഗ്രീനും, അങ്ങനെ ഒരു ഫീലാണ് അതിന് വരേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ അകത്തോട്ട് യെല്ലോ കാണുന്ന രീതിയിൽ ചെയ്താലും അതൊരു ഭംഗിയാണ്. പിന്നെ ഇത് ഞാൻ കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആക്കാം എന്നുള്ളൊരു ടോൺ. ഡാർക്ക് ആക്കുന്തോറും ഫിഗർ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. എത്രത്തോളം ഡാർക്ക് കൂടുമോ അത്രത്തോളം ഫിഗർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. കണ്ടോ, ഇതിനകത്ത് ഇപ്പം എല്ലായിടും ഡോട്ടുണ്ട്. പക്ഷെ അറ്റത്ത് വന്ന അത്ര ഡാർക്കല്ല, അകത്തന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾ എല്ലാ ഭാഗം ഇപ്പോൾ ഈ സൈഡിലൊക്കെ ചെയ്യുമ്പോൾ ഡോട്ടാണെങ്കിൽ രണ്ടാമത്തെ കോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കവർ ചെയ്ത് കൊടുക്കും. യെല്ലോ കാണാത്ത വിധത്തിൽ ചെറുതായിട്ട് കളർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതുള്ളത്. ഇനി ഏതെങ്കിലും പാർട്ടുകളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് ചോദിക്കാം, നമുക്ക് വൈകിക്കത്തില്ല. കഴിയുന്നത് വേറെ വലിയ എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും ക്ലാസ് വരുന്നത്. വെനസ്ഡേ ഞാൻ കുറച്ച് നേരത്തെ 7:30 ഒരു 8 o'clock മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. 8:30 വരെ പോകണ്ട കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇപ്പം തന്നെ നമുക്ക് 8:45 അതോ 9:45? 8:45. അപ്പം നമുക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ അവസാനിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ സമയമെടുത്താലേ പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ചെയ്യുക. പിന്നെ ബോർഡർ വേണമെങ്കിൽ ബോർഡറും ചെയ്യാൻ കേട്ടോ ഔട്ടറിൽ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ചരിയാത്ത വിധത്തിൽ വേണം ബോർഡർ ചെയ്യാൻ. നമ്മൾ ഇത്രയും ഫിഗർ ചെയ്തിട്ട് ബോർഡർ ചെയ്യുമ്പോൾ ക്യാൻവാസിൽ ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിക്ചർ മൊത്തത്തിൽ ചരിയുന്നൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ആദ്യം ലെങ്ത് 2 സൈഡും ഒരുപോലെ ബാലൻസ് ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട്.
ഈ ഈ പച്ച കളറിലെ സാരി ഉടുത്താക്കുന്നതിന്റെ ബ്ലൗസിന്റെ മേലെ ഒരു റിങ് മാതിരി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കളറിങ് ചെയ്യാൻ ഇല്ലല്ലോ? ഷോൾഡറില് അതിൻ്റെ ബ്ലൗസിൻ്റെ കളർ ഞാൻ കേട്ടോ സ്കാർലറ്റ് റെഡും ക്രിംസൺ റെഡും കൂടെ മിക്സ് ചെയ്ത കളറാണ്. 2 or 3 കോട്ട് ഒഴിച്ച് നല്ല ഡാർക്കായിട്ടൊന്ന് ഫില്ല് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ആൻഡ് ആ റിങ് അതേ ഗോൾഡൻ കളർ തന്നെയാണോ? അതെ അതെ, ഇതെല്ലാം ഓർണമെന്റ്സിന്റെ പാർട്ടാണ് കേട്ടോ. തോൾവള എന്ന് പറഞ്ഞ ഒരു ഓർണമെന്റ് ആണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഡോട്ടിട്ട് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ കാണുന്നവർക്ക്, അല്ലെങ്കിൽ അത് വാങ്ങുന്നവർക്കൊക്കെ വളരെ ഇതായിട്ട് കേട്ടോ. എൻ്റെ പല ചിത്രങ്ങളും പല എക്സിബിഷൻസിനെല്ലാം വെച്ചപ്പോഴും കൃത്യമായ ഡോട്ടിങ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് പൈസ മുടക്കി വാങ്ങുന്നവർ ആ ചിത്രത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കും. മനസ്സിലായോ? ഒരു എക്സിബിഷനൊക്കെ വയ്ക്കുമ്പം എക്സിബിഷൻ കാണാൻ വരുന്നതും ശരിക്കും ചിത്രം വാങ്ങാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ചിത്രത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആസ്വാദകരായിരിക്കും. അപ്പോൾ അവർ ഈ ഡോട്ട് അവർ ശ്രദ്ധിക്കും. ഡോട്ട് ഇടുന്ന ചിത്രങ്ങൾ എപ്പോഴും ഒരു മാർക്ക് റേറ്റ് കൂടുതലാണ്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ചിത്രങ്ങൾ പോകാത്തത് നമ്മളെല്ലാം കോപ്പിയിങ് ആയി പോകുന്നു. നല്ല സൂപ്പറായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വളരെ വില കുറച്ചാണ് ഇപ്പോൾ ചിത്രങ്ങൾ കൊടുക്കുന്നത്. ഈ പടത്തിന് A1 സൈസ് ആണെങ്കിൽ റഫ്ലി എന്ന പ്രൈസ് ആയിരിക്കും? ഒരു 20,000 വരെയൊക്കെ പറയാം. എന്നാലും നമുക്ക് 15 രൂപയെങ്കിലും മിനിമം നമുക്ക് കിട്ടണം. 20 വരെ നമുക്ക് പറയാം കേട്ടോ. പിന്നെ നമ്മൾ ചില എക്സിബിഷൻസിന് ഉറപ്പായിട്ടും കിട്ടും. ഇത് അതിൽ കുറച്ചും കൊടുക്കരുത്, കാരണം നമുക്ക് അത്രയും മെനക്കെടുണ്ടായിരുന്നു. A1 സൈസ് ഒരിക്കലും നമ്മൾ ഒരു 15 താഴ്ത്തി കൊടുക്കരുത്. നമ്മൾ ഇപ്പം ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെന്ന് വെച്ചോ, ചിലർ സമയമില്ലാത്ത, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് കോട്ട് കഴിഞ്ഞിട്ട് തേർഡ് കോട്ട് എത്തുമ്പോൾ ഡോട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഫേസിലൊക്കെ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യും. സെക്കൻഡ് കോട്ട് നമ്മളിത് ഇങ്ങനെ വാഷ് ചെയ്ത് ലയിപ്പിച്ച് എടുക്കും. തേർഡ് കോട്ടാകുമ്പം അതെന്ത് ചെയ്യും, വാഷ് ചെയ്തിട്ട് ഡോട്ടിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഒരു ലൈറ്റ് ഡോട്ടിൻ്റെ ഫീല് നമുക്ക് തോന്നും. മനസ്സിലായോ? ഡോട്ട് ചെയ്യുന്നതോറും ഭയങ്കര രസമാണ് കേട്ടോ. ഡോട്ട് ഇടുന്നതോറും ഒരു ക്രേസാണ് ഡോട്ടിന്. പക്ഷേ സമയം കുറവുള്ളത് കൊണ്ടാണ് ഈ ഡ്രസ്സിന്റെ ബോർഡറിൽ വന്ന് ആ ബ്ലൂ കളറും ഗോൾഡ് കളറും യെല്ലോ കളറും ഉണ്ട്. അതിന്റെ ബിറ്റ്വീൻ ഉള്ളതൊക്കെ വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം വൈറ്റ് ആയിട്ട് തന്നെ കേട്ടോ. ഇവിടെ വരുന്നത് ഒരു വൈറ്റ് വരുന്നത് ഒരു സാപ്പ് ഗ്രീൻ്റെ ലൈറ്റ് ആയിട്ടുള്ള കളർ വരും കേട്ടോ.
ഇതൊക്കെ സ്കാലർ റെഡ് നമുക്ക് ഡാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. വേളയും മുഖമൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. വെനസ്ഡേ നമ്മൾ ഫിഗറുകളൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ബാക്കി ഭാഗങ്ങളോടൊന്ന് കംപ്ലീറ്റ് ചെയ്താലും ഫിഗർ ക്ലിയർ ആക്കി എടുക്കും, ഫേസ് എല്ലാം. അപ്പം ബ്ലാക്ക് നമുക്ക് എന്താണ് എഴുതി തുടങ്ങാം. ഫേസ് ഫിഗറൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാലെങ്കിലും നമുക്ക് കണ്ടെങ്കിലും എഴുതാൻ പറ്റുമല്ലോ. പിന്നെ എല്ലാവരുടെയും ഒരു ഫൈനൽ ക്ലാസ്സോടെ നമുക്ക് ഡൗട്ട് ക്ലിയർനെസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു മാം. വീഡിയോ മാത്രം ഇടാൻ മറക്കരുത്. വീഡിയോ ഇടാം, ഞാൻ ഫോട്ടോസ് ഇപ്പോൾ ക്ലിയർ ആക്കി ഇടാം കേട്ടോ.